Dear students, welcome to the next video lecture on circuits and networks. In today's video, I will be explaining about the module 5. I will give you an introduction to module 5, that is two-port networks. These are the topics that is to be studied in the module 5. So first we have to know about some of the terminologies or some basic concepts about module 5. That means what you meant by terminals and ports, and what are driving point and transfer functions, voltage transfer ratio, current ratio, and transfer impedance, transfer admittance, and of course the poles and zeros of transfer function. This is already explained in the module 3 about these poles and zeros of transfer function. Okay, so let us look into these terms first. So this is our two-port network. What do you mean by this two-port network? A network in general നമ്മുടെ ലൈഫിൽ നമ്മൾ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഫാന് നമ്മൾ വിചാരിക്കുക. ഈ ഫാനിന് നമ്മൾ എന്താണ് ഇൻപുട്ടായിട്ട് ഒരു സപ്ലൈ കൊടുക്കുന്നുണ്ട്. സപ്ലൈ കൊടുക്കാൻ വേണ്ടി നമ്മൾ രണ്ട് വയറുകൾ, ഒന്ന് ഫേസും മറ്റേതെന്താണ് ന്യൂട്രലുമാണ്. ഓക്കെ, ദെൻ അതൊരു ഇൻപുട്ടിൽ മാത്രമാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ സ്പീഡാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു ഫാനിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നെറ്റ്വർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് കൊടുക്കുന്നു, നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. അതിനെ നമുക്ക് ഇലക്ട്രിക്കൽ അനലോഗി എന്നൊക്കെ പറയും. അത് നിങ്ങളിനി വരാൻ പോകുന്ന സെമിസ്റ്ററുകളിൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, അതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും. സോ ഇങ്ങനെയുള്ള ഇൻപുട്ട്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടുന്നു. അങ്ങനെ ഉള്ള ഒരു നെറ്റ്വർക്കിന് നമുക്ക് എന്ത് പറയാം, ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയാം. ടു പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കാൻ രണ്ട് ടെർമിനലുണ്ട്, ഔട്ട്പുട്ട് കൊടുക്കാൻ എന്തുണ്ട്, രണ്ട് ടെർമിനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നോക്കുക, ഇതൊരു ടെർമിനലാണ്, ഇതൊരു അടുത്ത ടെർമിനലാണ്. ഒരു പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്കിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി കണക്ട് ചെയ്യുന്നു. അതേപോലെ ഔട്ട്പുട്ട് എടുക്കാൻ എന്താണ്, രണ്ട് ടെർമിനലുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെർമിനൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്ന രണ്ട് ടെർമിനലുകൾ, ഔട്ട്പുട്ട് കൊടുക്കുന്ന രണ്ട് ടെർമിനലുകൾ. ഈ ഇൻപുട്ടിലത്തെ രണ്ട് ടെർമിനലുകളും ചേർന്ന് കഴിഞ്ഞാൽ എന്തായി, ഒരു പോർട്ടായി. ഓക്കെ, സോ അതേപോലെ ഔട്ട്പുട്ടിലത്തെ രണ്ട് ടെർമിനലുകളും ചേർന്നാൽ എന്തായി, അടുത്ത പോർട്ടായി. ഓക്കെ, അപ്പോൾ രണ്ട് ടെർമിനലുകൾ ചേർന്നിട്ടുള്ള പോർഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, പോർട്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ടു പോർട്ട് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ. ടു പോർട്ട്സ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് പോർട്ടുകൾ ഉണ്ടാവും. ദാറ്റ് മീൻസ് ദർ വിൽ ബി 4 ടെർമിനൽസ്. അങ്ങനെയുള്ള നെറ്റ്വർക്കുകളെയാണ് നമ്മൾ എന്ത് പറയുക, ടു പോർട്ട് നെറ്റ്വർക്കുകൾ എന്ന് പറയാം. ഓക്കെ, സോ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൻ്റെ കേസിൽ അത് എങ്ങനെയാവാം, ചിലപ്പോൾ എന്താണ് റെസിസ്റ്റൻസുകൾ, ഇപ്പോൾ കുറച്ച് റെസിസ്റ്റൻസുകളുണ്ട്, ഇങ്ങനെ റെസിസ്റ്റൻസുകളുണ്ട്. ഓക്കെ, ഇതൊരു നെറ്റ്വർക്കാണ്. അതിന് ഇവിടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു, ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നു. സോ ഇത് രണ്ട് ഇൻപുട്ട് പോർട്ടുകളും ഇത് രണ്ടും എന്താണ്, ഔട്ട്പുട്ട് പോർട്ടുകളാണ്. ഇത് തന്നെ മെക്കാനിക്കൽ സിസ്റ്റം ആവാം. ഇപ്പോൾ ഒരു ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാനിൽ നമ്മളെന്താണ് ഇൻപുട്ട് കൊടുക്കുന്നു, ഫാനിൽ കുറച്ച് അതിൻ്റെ ഉള്ളിൽ നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എന്താണ്, പക്ഷേ മെക്കാനിക്കൽ ഔട്ട്പുട്ടാണ്. പക്ഷേ ആ മെക്കാനിക്കൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാനും പറ്റും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങളത് പഠിക്കും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്താണ് ടു പോർട്ട് നെറ്റ്വർക്ക്സ്. ടു പോർട്ട് നെറ്റ്വർക്ക്സ് എന്ന് വെച്ചാൽ എന്താ, രണ്ട് പോർട്ടുകളുള്ള നെറ്റ്വർക്കുകളെയാണ് എന്ത് പറയുക, ടു പോർട്ട് നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ്, കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ. അതേപോലെ ഇപ്പോൾ ഒരു പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിഷൻ ലൈൻസിൽ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്താണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് റിസീവ് ചെയ്യുന്നു. അപ്പോൾ അതിനും എന്തുണ്ട്, ഇൻപുട്ട് ടെർമിനലുകളുണ്ട്, ഔട്ട്പുട്ട് ടെർമിനലുകളുണ്ട്. അതേപോലെ തന്നെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു സ്ഥലത്ത് നിന്ന് സിഗ്നൽ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സിഗ്നൽ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കേബിളുകളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഔട്ട്പുട്ടായിട്ട് നമുക്ക് ആ സിഗ്നൽ റിസീവ് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള പല സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് എന്താക്കാം, ഒരു നെറ്റ്വർക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആ നെറ്റ്വർക്കിലെ എലമെൻറ്റുകളായിട്ട് എന്തൊക്കെ വരാം, റെസിസ്റ്റൻസ് വരാം, ഇൻഡക്ടർ വരാം, കപ്പാസിറ്റർ വരാം. ഓക്കെ, ചില സർക്യൂട്ടുകളിൽ ഡയോഡ് വരാം, ട്രാൻസിസ്റ്റേഴ്സും ഇതൊക്കെ വരാം. നമ്മൾ പക്ഷേ ഇവിടെ ഇലക്ട്രിക്കൽ ടു പോർട്ട് നെറ്റ്വർക്കുകളിൽ നമ്മൾ
നെറ്റ്വർക്കുകൾ കൺസിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? മിക്കവാറും റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ അതൊക്കെ ഉള്ള നെറ്റ്വർക്കുകളെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുക. ഓക്കെ, സോ ഞാൻ എന്ത് പറഞ്ഞു, എന്താണ് വാട്ട് യു മെൻ ബൈ പോർട്സ് ആൻഡ് വാട്ട് യു മെൻ ബൈ ടെർമിനൽസ്, ദീസ് ഓൾ തിങ്സ് ആർ ഡിസ്കസ്ഡ്. ഓക്കെ, ഇനി വേറെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഡ്രൈവിംഗ് പോയിൻ്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഞാൻ എന്താണ് ടെർമിനൽസ് ആൻഡ് പോർട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഈ ടേമുകൾ, ഈ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഈ ടേമുകളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊഡ്യൂൾ 5 പഠിക്കാനുള്ള എന്താണ് സെറ്റ് പാരാമീറ്റർ, വൈ പാരാമീറ്റർ, എച്ച് പാരാമീറ്റർ, ടി പാരാമീറ്റർ ആൻഡ് ദ കണ്ടീഷൻ ഫോർ സിമ്മട്രി ആൻഡ് ഇൻ്റർ കണക്ഷൻസ് ആൻഡ് ടി പൈ ട്രാൻസ്ഫോർമേഷൻ. ഈ ടി പൈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ടി നെറ്റ്വർക്കുകളും പൈ നെറ്റ്വർക്കുകളുടെ ഒക്കെ റിലേഷൻസ്, സെറ്റ് പാരാമീറ്ററിൻ്റെ റിലേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ റിലേഷൻസിനെ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ടി നെറ്റ്വർക്കിന് ഒരു സ്റ്റാർ, ടി എന്ന് പറയുന്നത് സ്റ്റാർ നെറ്റ്വർക്കാണ്. സ്റ്റാറിനെ നമുക്ക് എന്താക്കാം, ഡെൽറ്റയാക്കി കൺവേർട്ട് ചെയ്യാം. അതൊന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ടിക്കറ്റ് കാണിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കിയുള്ള 2 പോയിൻറ്റ്, ഫസ്റ്റത്തെ പോയിൻറ്റും ലാസ്റ്റ് പോയിൻറ്റും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ പോർട്ട് എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ ഡ്രൈവിംഗ് പോയിൻ്റ് ഫങ്ഷൻസ്? ഡ്രൈവിംഗ് പോയിൻ്റ് ഇപ്പോൾ ഒരു 2 പോർട്ട് നെറ്റ്വർക്കിനാണെങ്കിൽ ഇൻപുട്ടിൽ, ഇപ്പോൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്, ഒരു 2 പോർട്ട് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ആണെന്ന് വെച്ചാൽ അതിൽ എന്താണ് ഇൻപുട്ട് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഇൻപുട്ടിലത്തെ കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, I1 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യും. V1ഉം I1ഉം ഇൻപുട്ടിലത്തെ ക്വാണ്ടിറ്റീസ് ആണ്. അതുപോലെ V2 ഇസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് I2 ഇസ് ദ ഔട്ട്പുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് നമ്മൾ ഇത് ഡയറക്ഷൻസ് നോക്കുക. വോൾട്ടേജിൻ്റെ പൊളാരിറ്റി മിക്കപ്പോഴും നമ്മൾ മുകളിൽ പ്ലസും അടിയിൽ മൈനസും ആണ് എടുക്കുക. ഇവിടെയും പ്ലസും മൈനസും. കറണ്ട് ആ 2 പോർട്ട് ഈ ബോക്സ് ആയിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ടാവാം. അത് പല ടൈപ്പ് റെസിസ്റ്റൻസ് ആവാം, ഇൻഡക്ടർ ആവാം, കപ്പാസിറ്റർ ആവാം, അങ്ങനെ കുറേ റെസിസ്റ്റൻസും കപ്പാസിറ്ററും ഒക്കെ ഉണ്ടാകാം. ഓക്കെ, അതിനെ നമ്മൾ കാണിക്കുന്നില്ല, അതുണ്ടാവും. ഓക്കെ, സോ ആ നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജാണ് V1, ഇൻപുട്ടിലത്തെ കറണ്ടാണ് എന്ത് I1, ഔട്ട്പുട്ടിലത്തെ കറണ്ടാണ് I2 എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് നോക്കുക. അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, അത് നമ്മുടെ 2 പോർട്ട് നെറ്റ്വർക്കിലേക്ക് ഇൻപുട്ടായിട്ട് പോകുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അതാണ് കൺവെൻഷനലി നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷൻസ് ആണ് നമ്മൾ മിക്കവാറും എന്ത് ചെയ്യുക, ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ഇതേ റിലേഷൻസ് ഒക്കെ ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെ ഇതിനെ നമുക്ക് എന്ത് പറയാം, കൺവെൻഷണൽ ആയിട്ടുള്ള ഡയറക്ഷൻസ്, എപ്പോഴും കൊടുക്കുന്ന ഡയറക്ഷൻസ് ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഡ്രൈവിംഗ് പോയിൻ്റ് ഫങ്ഷൻസ് ആൻഡ് ട്രാൻസ്ഫർ ഫങ്ഷൻസ്. ഈ ഡ്രൈവിംഗ് പോയിൻ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻപുട്ടിൽ നമ്മളൊരു വോൾട്ടേജ് സപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തു. അപ്പോൾ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ ആണ് എന്ത്, V1. ഓക്കെ, അപ്പോൾ അതൊരു ഡ്രൈവിംഗ് പോയിൻ്റാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സോഴ്സ് കണക്ട് ചെയ്തിട്ട് സർക്യൂട്ടിലേക്ക് ഒരു കറണ്ടിനെ എന്ത് ചെയ്യുകയാണ്, ഡ്രൈവ് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ കറണ്ടിനെ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് എന്ത് ചെയ്യുകയാണ്, സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ആ ഡ്രൈവിംഗ് പോയിൻറ്റിലത്തെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇൻപുട്ടിലത്തെ പാരാമീറ്റേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന പല ടൈപ്പ് ഫങ്ഷൻസുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ എന്താവാം, V1/I1 ആവാം, അല്ലെങ്കിൽ I1/V1 ആവാം. ഓക്കെ, അങ്ങനെയുള്ള ക്വാണ്ടിറ്റികൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡ്രൈവിംഗ് പോയിൻ്റ് ഫങ്ഷൻസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ടാവും, അതിൽ V1/I1 അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോയിൻ്റ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, V1/I1 എന്താണെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ I1/V1 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ I1/V1 കണ്ടുപിടിക്കണം. ഓക്കെ, സോ അത് തന്നെയാണ് ഡ്രൈവിംഗ് പോയിൻ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില സമയത്ത് ഔട്ട്പുട്ടിലായിരിക്കും നമ്മുടെ സപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഔട്ട്പുട്ടിലത്തെ ക്വാണ്ടിറ്റി V2, ഔട്ട്പുട്ടിലത്തെ കറണ്ട് എന്താണ് I2. ഈ ഔട്ട്പുട്ടിലത്തെ ക്വാണ്ടിറ്റികളെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിന് ഔട്ട്പുട്ടിലത്തെ ഡ്രൈവിംഗ് പോയിൻ്റ് ഫംഗ്ഷൻസ് എന്ന് പറയാം. V2/I2 ആവാം, I2/V2 ആവാം. ഇനി ട്രാൻസ്ഫർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ട്രാൻസ്ഫർ, ഒരു സ്ഥലത്ത് നിന്ന് ഒരു ക്വാണ്ടിറ്റീനെ മറ്റൊരു ക്വാണ്ടിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ്, മറ്റൊരു സൈഡിലത്തെ ക്വാണ്ടിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസാണ് എന്ത്, ട്രാൻസ്ഫർ ഫങ്ഷൻസ്. അതെന്താവാം, ഒന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്, V2/V1. V2 എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലത്തെ ക്വാണ്ടിറ്റിയാണ്, V1 എന്ന് പറയുന്നത് ഇൻപുട്ടിലെ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, അല്ലെങ്കിൽ I1/V2. I1 എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ടിലത്തെ കറണ്ടും ഔട്ട്പുട്ടിലത്തെ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻസ് ആണ്. അങ്ങനെ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടുമായിട്ടുള്ള ബന്ധത്തിന് സൂചിപ്പിക്കുന്ന ഫങ്ഷൻസുകൾ നമ്മൾ എന്ത് പറയും, ജനറലി ട്രാൻസ്ഫർ ഫങ്ഷൻസ് പറയും. പിന്നെ ഇപ്പോൾ മെയിൻലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലപ്പോഴും ട്രാൻസ്ഫർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന
ഫങ്ഷൻസ് ഒക്കെയാണ്. അതിനെയാണ് ജനറലി ഇപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ കൂടുതലും നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് ഇതാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഒരു നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൊഡ്യൂൾ 3 ട്രാൻസ്ഫർ ഫംഗ്ഷൻസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു നെറ്റ്വർക്കിൻ്റെ ആവാം. ഇപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ ഉള്ള കേസിലാണെന്ന് വെച്ചാൽ നമ്മൾ എസ് ഡൊമൈനിലാക്കിയിട്ടാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതേപോലെയൊക്കെ തന്നെയാണ് എന്തും ചെയ്യുന്നത്, ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ വരയ്ക്കുന്നുണ്ട്. ഒരു സിമ്പിൾ നെറ്റ്വർക്കാണ്, 3 റെസിസ്റ്റൻസുള്ള നെറ്റ്വർക്ക്. ഇത് R1, R2 ആൻഡ് R3. ഇവിടെ ഈ ടെർമിനലിനെ ക്രോസുള്ള വോൾട്ടേജ്, ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് V1, അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന കറണ്ട് I1, ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജ് എന്താണ് V2, I2. ഇപ്പോൾ സപ്പോസ് നമുക്ക് V2/V1 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഈ നെറ്റ്വർക്കിൽ V2/V1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് KCL KVL ഒക്കെ അപ്ലൈ ചെയ്തു നോക്കുക. അപ്പോൾ ഇവിടെ I1 ഇങ്ങോട്ട് വരുന്നുണ്ട്, I2 ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അത് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, I1 ഇങ്ങോട്ട് വരും, I2 ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് എന്തായിരിക്കും, I1 + I2 ആണ് അല്ലേ. ഇനി എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ KCL ആണ് അപ്ലൈ ചെയ്ത്. ഇനി ഇവിടെ ഒരു KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും KVL അപ്ലൈ ചെയ്യുക, ഔട്ട്പുട്ടിലും KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഇക്വേഷൻസുകൾ കിട്ടും. ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, V1 = I1 × R1 + I1 + I2 × R3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അതേപോലെ ഔട്ട്പുട്ടിലും KVL അപ്ലൈ ചെയ്യുമ്പോൾ V2ഉം I1ഉം I2 ഒക്കെ ഉള്ള ഒരു ഇക്വേഷൻസ് കിട്ടും. ഈ ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഇക്വേഷനുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കണ്ടുപിടിക്കേണ്ട സപ്പോസ് V2/V1 ആണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റീസ്, അതായത് I1ഉം I2ൻ്റെ ഒക്കെ ടേംസുകൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് കളയണം. ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, V1ഉം V2ഉം തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് V2/V1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഇതേ മെത്തേഡുകൾ ഇതേപോലെ V2/V1 ആണെച്ചാൽ ചിലപ്പോൾ V2/V1 ആവാൻ ചോദിക്കാം, ചിലപ്പോൾ V1/V2 ആയിരിക്കും ചോദിക്കുക. അപ്പോൾ V2ഉം V1ഉം തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് എന്താണ്, ഇതേപോലെ KVL ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ്. ഈ മെത്തേഡ് നമ്മൾ എന്തിൽ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിൽ മൊഡ്യൂൾ 3 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ അങ്ങനെയാണ് ജനറലി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത്. ഇനി വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോസ്. വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ V2/V1 അല്ലെങ്കിൽ V1/V2. V2/V1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ എന്ന് പറയുന്നതല്ല എന്താ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ ഇൻപുട്ട് വോൾട്ടേജ് ഡിനോമിനേറ്ററിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നതൊക്കെ എന്താണ്, വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യൂസ് ആണ്. അതേപോലെ തന്നെ എന്തുണ്ടാവാം, കറണ്ട് ട്രാൻസ്ഫർ റേഷ്യൂസ് ഉണ്ട്. കറണ്ട് തമ്മിലുള്ള ഔട്ട്പുട്ടിലത്തെ ഇൻപുട്ടിലത്തെയും കറണ്ട് തമ്മിലുള്ള റിലേഷൻസ് സ്പെസിഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് ട്രാൻസ്ഫർ റേഷ്യൂസ് എന്ന് പറയുക. ചിലപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുക, ഒരു നെറ്റ്വർക്ക് തന്നിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറയും. അപ്പോഴും നമ്മൾ എന്താണ്, ഇതേപോലെ KCLും KVL അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ മാത്രം, ഇപ്പോൾ സപ്പോസ് V2/V1 കണ്ടുപിടിക്കണമെങ്കിൽ V2നെയും V1നെയും ഒഴിച്ച് ബാക്കിയുള്ള I1ൻ്റെ ടേംസുകളൊക്കെ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിന് ഈ ഇക്വേഷൻസുകൾ യൂസ് ചെയ്യുക, റീഅറേഞ്ച് ചെയ്തും ഒക്കെ ചെയ്യണം. റീഅറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആ പ്രോബ്ലം, ട്രാൻസ്ഫർ ഫംഗ്ഷൻസിൻ്റെ പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ അപ്പോൾ ഇതേപോലെ തന്നെ എന്തുണ്ട്, ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ഉണ്ട്. നമ്മൾ സെറ്റ് പാരാമീറ്ററും ഇതിലൊക്കെ ഇതേ ഫങ്ഷൻസ്, ഹൈബ്രിഡ് പാരാമീറ്ററിലൊക്കെ ഇതേപോലത്തെ ഫങ്ഷൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഹൈബ്രിഡ് പാരാമീറ്റർ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കാൻ, ഇതൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ നമുക്കറിയാം. ഇതിന് വലിയ അങ്ങനെ കൂടുതലായിട്ട് ചോദിക്കാറൊന്നുമില്ല ട്രാൻസ്ഫർ ഫങ്ഷൻസ്. ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ട്രാൻസ്ഫർ ഫങ്ഷൻസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ട്രാൻസ്ഫർ ഇമ്പിഡൻസ് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഇറ്റ് ഈസ് ആൻ ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് മീൻസ് ന്യൂമറേറ്ററിൽ എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും, ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും, കറണ്ട് ആയിരിക്കും. ഈ ട്രാൻസ്ഫർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ക്വാണ്ടിറ്റി ഔട്ട്പുട്ടിലത്തെ ആണെങ്കിൽ മറ്റേ ക്വാണ്ടിറ്റി എന്തായിരിക്കും, ഇൻപുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ന്യൂമറേറ്ററിൽ എപ്പോഴും 2 ക്വാണ്ടിറ്റികൾ, 2 ഫംഗ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ന്യൂമറേറ്ററിൽ രണ്ടും വോൾട്ടേജ്. അപ്പോൾ ന്യൂമറേറ്ററിൽ V1 വരികയാണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ എന്ത് വരണം, I2 വരണം. അപ്പോൾ അതൊരു ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ആണ്. ന്യൂമറേറ്ററിൽ V2 വരികയാണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ എന്ത് വരണം, I1 വരണം.
അതേപോലെ ട്രാൻസ്ഫർ ഇംപീഡൻസ് പറയുന്ന പോലെ ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ഉണ്ട്. അഡ്മിറ്റൻസ് പറഞ്ഞാൽ എന്താ, ന്യൂമറേറ്ററിൽ കറണ്ട് വരണം, ഡിനോമിനേറ്ററിൽ വോൾട്ടേജ് വരണം. ന്യൂമറേറ്ററിൽ I1 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ V2 ആയിരിക്കും. ന്യൂമറേറ്ററിൽ I2 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും, V1 ആയിരിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് പറയും. ഓക്കെ, ചിലപ്പോൾ ഒരു നെറ്റ്വർക്ക് തന്നിട്ട് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ്, ഫൈൻഡ് ദ ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് V1/I2 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അത് അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, ഇതേപോലെ ആ നെറ്റ്വർക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പല മെഷുകൾ ഉണ്ടാവാം. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറേ ഇക്വേഷൻസുകൾ കിട്ടും. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റികൾ, അതായത് ഇപ്പോൾ സപ്പോസ് V1/I2 ആണെങ്കിൽ V1ഉം I2 ഒഴിച്ച് ബാക്കി വരുന്ന ടേമുകളെ ഇപ്പോൾ 3-4 ഇക്വേഷൻസ് കിട്ടും. ആ ബാക്കിയുള്ള ഇക്വേഷൻസ് വെച്ച് റീപ്ലേസ് ചെയ്ത് അവസാനം V1ഉം I2 തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് എന്ത് ചെയ്യുക, V1/I2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ട്രാൻസ്ഫർ ഇംപീഡൻസ് ആയി. ഓക്കെ, അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. 2 പോർട്ട് നെറ്റ്വർക്കിൽ നമുക്ക് ഇതിൽ നിന്നൊന്നും അധികം കൂടുതൽ, ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ അല്ല. പക്ഷേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകളും ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇനി ട്രാൻസ്ഫർ ഫങ്ഷൻസിലത്തെ പോൾസ് ആൻഡ് സീറോസ് എന്താണെന്നുള്ളതാണ്. ഈ ട്രാൻസ്ഫർ ഫങ്ഷൻസ് ജനറലി ഈ ഫോമിലാണ്. ഇപ്പോൾ എസ് ഡൊമൈനിൽ പോൾസ് ആൻഡ് സീറോസ് പറയണമെങ്കിൽ എപ്പോഴും എസ് ഡൊമൈനിലായിരിക്കണം. ഇപ്പോൾ എസ് ഡൊമൈനിലുള്ള ഒരു നെറ്റ്വർക്ക്, എസ് ഡൊമൈനിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡക്ടറിനെ SL ആയിട്ടും കപ്പാസിറ്ററിനെ 1/CS ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂമറേറ്ററിൽ ഒരു എസിൻ്റെ പോളിനോമിയൽ വരും, ഡിനോമിനേറ്ററിൽ എന്ത് വരും, എസിൻ്റെ വേറൊരു പോളിനോമിയൽ വരും. ഈ ഒരു ഫോമിലാണ് വരിക. ഇവിടെ G(s) എന്ന് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ V1 ചിലപ്പോൾ എന്താവാം, V2(s) അല്ലെങ്കിൽ V2(s)/V1(s) ആവാം. ഓക്കെ, അങ്ങനൊരു ഫംഗ്ഷൻ ആവാം. ഇവിടെ ഓഫ് എസ് എന്ന് പറയാൻ കാരണം എസ് ഡൊമൈനിലാണ്, എസിൻ്റെ ടേംസിലാണ് നമുക്ക് കിട്ടുക. അതായത് നമുക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ആറും എല്ലും സിയും ഉള്ള ഒരു നെറ്റ്വർക്ക്. ഓക്കെ, ഇതിൽ ഇവിടെ ഇൻപുട്ടിലത്തെ ക്വാണ്ടിറ്റി V1, ഇൻപുട്ടിലത്തെ കറണ്ട് I1, ദെൻ ഔട്ട്പുട്ടിലത്തെ കറണ്ട് I2 ആൻഡ് ഔട്ട്പുട്ടിലത്തെ വോൾട്ടേജ് എന്താണ്, V2 ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, എസ് ഡൊമൈനിലേക്ക് ആക്കും. അപ്പോൾ ആറ് തന്നെ, ഇൻഡക്ടർ എന്താവും, S/L ആവും, ആറ് തന്നെ, കപ്പാസിറ്റർ എന്താവും, 1/CS ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ V1 എന്ന് പറയുന്നത്, അപ്പോൾ V1(s) എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. വോൾട്ടേജ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എസ്, ദെൻ ഇൻപുട്ട് കറണ്ട് വിൽ ബി എ I1(s). അതേപോലെ ഔട്ട്പുട്ടിലത്തെ വോൾട്ടേജ് V2(s) എന്ന് ഡിനോട്ട് ചെയ്യും. ഔട്ട്പുട്ടിലത്തെ കറണ്ട് എന്ത് ചെയ്യും, I2(s) എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതിലും ഇതേപോലെ KVL അപ്ലൈ ചെയ്യാൻ പറ്റും. KVL അപ്ലൈ ചെയ്തിട്ട് നമ്മൾ V2(s) ഇൻപുട്ട് സൈഡിലും KVL അപ്ലൈ ചെയ്യുക, ഔട്ട്പുട്ട് സൈഡിലും KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഇക്വേഷൻസുകൾ കിട്ടും. അതേപോലെ KCL വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, I1(s) + I2(s) വിൽ ബി ദ കറണ്ട് ത്രൂ ദിസ് കപ്പാസിറ്റർ 1/CS. അപ്പോൾ ആ ഇക്വേഷനും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, V2(s)/V1(s) കണ്ടുപിടിക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോളിനോമിയൽ, എസിൻ്റെ ഒരു പോളിനോമിയലായിട്ടാണ് കിട്ടുക. ഈ കാര്യം നിങ്ങൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ പ്രോബ്ലം ചെയ്യുന്നുണ്ട്, ആ പ്രോബ്ലത്തെ ആൻസർ ആയിട്ട് V2(s)/V1(s) കിട്ടിയിട്ടുണ്ടാവും. അത് ഇതേപോലത്തെ ഒരു പോളിനോമിയൽ, ന്യൂമറേറ്ററിൽ ഒരു എസിൻ്റെ പോളിനോമിയലും ഡിനോമിനേറ്ററിൽ ഒരു എസിൻ്റെ പോളിനോമിയലും ആയിരിക്കും. അങ്ങനെയുള്ള എക്സ് ഡൊമൈനിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പോൾസും സീറോസും ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ ഇപ്പോൾ S² + 4s + 3 അതിൻ്റെ റൂട്ട്സ് കാൽക്കുലേറ്ററിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് -1ഉം -3 ആയിട്ടും കിട്ടും. സോ അതുകൊണ്ട് ഈ ന്യൂമറേറ്റർ പോളിനോമിയലിനെ നമുക്ക് എന്ത് എഴുതാം, S+1 × S+3 എന്ന് എഴുതാം. അതേപോലെ ഡിനോമിനേറ്റർ പോളിനോമിയൽ 3rd ഡിഗ്രി പോളിനോമിയലാണ്. അതിൻ്റെ റൂട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടാം -2ഉം -4ഉം -5ഉം ആണ്. അതുകൊണ്ട് ഡിനോമിനേറ്റർ പോളിനോമിയൽ നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, ഇനി എന്താണ് ഈ പോൾസും സീറോസും? ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആവാൻ, അതായത് ഇവിടെ വെച്ചാൽ G(s)ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവാൻ എസിൻ്റെ വാല്യൂ എന്താകണം? ഓക്കെ, എസിൻ്റെ വാല്യൂ ഏതൊക്കെ വാല്യൂകൾക്കാണോ G(s) എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവുന്നത്, ആ വാല്യൂസിനെ നമുക്ക് എന്ത് പറയാം, പോൾസ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സ്, ഓക്കെ, ഇതാണ് ഡിനോമിനേറ്റർ പോളിനോമിയൽ. അതിൻ്റെ റൂട്ട്സ് ഈ കേസിൽ എന്തൊക്കെയാണ്, -2ഉം -4ഉം -5ഉം ആണ്. ഈ വാല്യൂസിനെയാണ് എന്ത് പറയുക, പോൾ എന്ന് പറയുക. ഓക്കെ, അതേപോലെ ഇനി നോക്കുക, ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ, ശരിക്കുള്ള ഡെഫിനിഷൻ എന്താണ്, ദ വാല്യൂ ഓഫ് എസ്
at which the transfer function or the function g of s becomes infinity. നോക്കുക, ഇവിടെ എസ്സിന് പകരം ഇപ്പോൾ സപ്പോസ് എസ് ഇസ് ഈക്വൽ ടു -2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷനിൽ എസ് ഇസ് ഈക്വൽ ടു -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എസ്സിന് പകരം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്തായി? 0 ആയി. ജി ഓഫ് എസിൻ്റെ ഡിനോമിനേറ്റർ 0 ആയി. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ജി ഓഫ് എസിൻ്റെ വാല്യൂ എന്തായി? ഇൻഫിനിറ്റി ആയിട്ട് മാറും. അതേപോലെ എസ്സിന് -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും. അപ്പോഴും ജി ഓഫ് എസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവും. ഇവിടെയും എസ്സിന് -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ജി ഓഫ് എസ് എന്താവും? ഇൻഫിനിറ്റി ആവും. ഓക്കെ, സോ ജി ഓഫ് എസ് ഇൻഫിനിറ്റി ആകുന്ന എസ്സിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുക? പോൾസ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പോൾസിനെ ഡിഫൈൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ പോളിനോമിയൽ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക? പോൾസ് എന്ന് പറയുക. ഓക്കെ, അതാണ് സിമ്പിൾ ഡെഫിനിഷൻ. ഓക്കെ, അതിൻ്റെ കറക്റ്റായിട്ട് ഡെഫിനിഷൻ പറയണമെങ്കിൽ എന്താണ് പറയേണ്ടത്? ദ വാല്യൂസ് ഓഫ് എസ് അറ്റ് വിച്ച് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബിക്കംസ് ഇൻഫിനിറ്റി ഇസ് നോൺ എസ് ദോസ് വാല്യൂസ് ഓഫ് എസ് ആർ നോൺ എസ് പോൾസ്. അതേപോലെ സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാല്യൂസ് ഓഫ് എസ് അറ്റ് വിച്ച് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ബിക്കംസ് 0. അത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവണം? 0 ആയിട്ട് പോകണം. ആ വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്? സീറോസ് ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്. ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് സീറോസും പോൾസും ഒക്കെ ഡിഫൈൻ ചെയ്യുക. ഡ്രൈവിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോയിൻ്റ് ഫംഗ്ഷൻസിന് ഇല്ല, ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ആണ് പറയുക. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സ്. ഇപ്പോൾ ന്യൂമറേറ്റർ പോളിനോമിയൽസിൻ്റെ റൂട്ട്സ് എന്തൊക്കെയാണ് ഈ കേസിൽ? -1ഉം -3 അത് എസ്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി ഓഫ് എസിൽ ഈ ഫംഗ്ഷനിൽ എസ്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് പ്രശ്നം? ഇത് 0 ആയി പോകും. ബാക്കിയുള്ള ടേമുകൾ 0 ആവില്ല, പക്ഷേ ഇത് 0 ആവുന്നതുകൊണ്ട് ന്യൂമറേറ്റർ 0 ആയി. അതേപോലെ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആവും. ആ 0 ആകുമ്പോൾ എന്താണ്? ജി ഓഫ് എസിൻ്റെ വാല്യൂ എന്താവും? 0 ആവും. സോ ഏതൊക്കെ വാല്യൂസ് ഓഫ് എസ്സിനാണോ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 0 ആയി പോകുന്നത്, ആ വാല്യൂസ് നമ്മൾ എന്ത് പറയും? സീറോസ് എന്ന് പറയും. ഓക്കെ, സോ ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് 2 പോർട്ട് നെറ്റ്വർക്കിൽ. അപ്പോൾ ഇതിൽ നിന്നും പിന്നെ ഈ പോൾസ് ആൻഡ് സീറോസ് സാധാരണ പോൾ സീറോ മാപ്പ് വരയ്ക്കാറുണ്ട്. ജസ്റ്റ് ഈ വാല്യൂസ്, ഇപ്പോൾ ഈ കേസിൽ എന്താണ്? വാല്യൂസ് ഒരു ഗ്രാഫിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? പോൾ സീറോ മാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കാണിക്കാം. ഓക്കെ, ഇവിടെ സീറോസ് ജസ്റ്റ് ഒരു ഗ്രാഫ്, എല്ലാ ഈ കേസിൽ എന്താണ്? എല്ലാ സീറോസും എന്താണ്? റിയൽ നമ്പർ. സീറോസും പോൾസും ഒക്കെ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ അത് റിയൽ ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ നേരത്തെ ഈ എക്സാമ്പിളിൽ എന്താ? -1ഉം -3ഉം ആണ് സീറോസ്. അപ്പോൾ സീറോസിനെ നമ്മൾ ഒരു സർക്കിൾ കൊണ്ടാണ് എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. അതേപോലെ -1ഉം -3ഉം ആണ് നമ്മുടെ എന്ത്? സീറോസ്. അതൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയും? പോൾ സീറോ മാപ്പ് എന്ന് പറയും. അതേപോലെ പോൾസ് ഏതൊക്കെയാണ്? ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സ് -2ഉം -4ഉം -5ഉം. സോ -2 ആൻഡ് -4 ആൻഡ് -5. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്ത് പറയും? പോൾ സീറോ മാപ്പ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് പോൾ സീറോ മാപ്പ് ഒന്നും നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ മുമ്പത്തെ സിലബസിലൊക്കെ പോൾ സീറോ മാപ്പൊക്കെ വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഒരു നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ പോൾ സീറോ മാപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വരച്ചത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റുകളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എന്തൊക്കെയാണ്? കുറച്ച് ടേമുകളാണ്. എന്താണ് 2 പോർട്ട് നെറ്റ്വർക്ക്, ടെർമിനൽസ് എന്താണ്, പോർട്ട്സ് എന്താണ്, ഡ്രൈവിംഗ് പോയിൻ്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് എന്താണ്, വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ എന്താണ്, കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ എന്താണ്, അതേപോലെ ട്രാൻസ്ഫർ ഇമ്മിഡൻസ്, ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആൻഡ് പോൾസ് ആൻഡ് സീറോസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.